സുപ്രഭാതം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മോട് വചനം സംസാരിക്കുന്നത് സഹോദരൻ റജി കെ തോമസ് നെല്ലിയാടി. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഹൃദയപൂർവ്വം സ്വാഗതം. അല്പസമയത്തെ ധ്യാനത്തിനായി എഫേസ്യ ലേഖനം 2-ാം അധ്യായം 8-ാമത്തെ വചനം വായിക്കുന്നു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ ആകുന്നു. ലോകത്തിലുള്ള മുഴുവൻ ആളുകളും തിരയുന്ന, ആഗ്രഹിക്കുന്ന, അന്വേഷിക്കുന്ന ഒരു കാര്യമാണ് രക്ഷ. കിഴക്കുള്ളവർ പടിഞ്ഞാറോട്ടും, പടിഞ്ഞാറുള്ളവർ തെക്കോട്ടും വടക്കോട്ടും, വടക്കും തെക്കുമുള്ളവർ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യന് രക്ഷ വേണം. രക്ഷയ്ക്കു വേണ്ടി മനുഷ്യൻ മുട്ടാത്ത വഴികളില്ല, സഞ്ചരിക്കാത്ത മാർഗങ്ങളില്ല, പോകാത്ത വഴികളില്ല. എങ്ങനെയെങ്കിലും സ്വർഗത്തിലെത്തണം, എങ്ങനെയെങ്കിലും രക്ഷിക്കപ്പെടണം. ഇത് എല്ലാ മനുഷ്യരുടെയും ആഗ്രഹമാണ്. എന്നാൽ വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായി പറയുന്ന ഏറ്റവും ലളിതകരമായ ഒരു സത്യമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ ആകുന്നു. ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികളും കാരണമല്ല. രക്ഷയെക്കുറിച്ച് ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ചില സത്യങ്ങൾ നമുക്കൊന്ന് ഓർക്കാം. ദൈവത്തിന്റെ വചനം അസന്നിഗ്ധമാണ്. ദൈവത്തിന്റെ വചനം പറയുകയാണ്, നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് കൃപയാലാണ്. കൃപ എന്ന് പറഞ്ഞാൽ എന്താണ്? കൃപ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ദാനം എന്നാണ്. ദൈവം ദാനമായി നൽകുന്നത്. എന്നാൽ റോമാലേഖനം 11-ാം അധ്യായം 6-ാം വാക്യത്തിൽ കൃപ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൃപയാലെങ്കിൽ പ്രവൃത്തിയാലല്ല, അല്ലെങ്കിൽ കൃപയല്ല. കൃപയാൽ എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയാലല്ല. കൃപയാൽ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയാലല്ല, അല്ലെങ്കിൽ കൃപയല്ല. അപ്പോ കൃപയാലല്ലോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടതെന്ന് പറയുമ്പോൾ പ്രവൃത്തിയാലല്ല എന്ന് റോമാലേഖനം 11-ാം അധ്യായം 6-ാം വചനത്തിൽ വളരെ വ്യക്തമായി പറയുകയാണ്. കൃപയാൽ. 2-ാമത്തെ പദം വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. കൃപയാലാണ്, അർത്ഥാൽ പ്രവൃത്തിയാലല്ല. 2-ാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത് വിശ്വാസം മൂലം. വിശ്വാസമാണ് ഏറ്റവും വലിയ അടിസ്ഥാനം. എന്താണ് വിശ്വാസം? എന്താണ് വിശ്വസിക്കേണ്ടത്? യേശു ക്രിസ്തു എനിക്കും നിങ്ങൾക്കും വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു. എന്റെ പാപത്തിനു വേണ്ടി മരിച്ചു. എനിക്ക് വേണ്ടിയാണ് യേശു മരിച്ചത്. അത് വിശ്വസിക്കുന്ന ഒരാൾക്കാണ് രക്ഷ സ്വന്തമാകുന്നത്. ക്രൂശിൽ യേശുവിനോടുകൂടെ 2 കള്ളന്മാർ കിടന്നിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 39 മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ കാണാൻ കഴിയും. 2 കള്ളന്മാർ. ആ 2 കള്ളന്മാരിൽ ഒരു കള്ളൻ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ചു എന്ന് കാണുവാൻ കഴിയും. അത് ഇടത്ത് കിടന്ന കള്ളനാണ് എന്ന് ചിലർ പറയും വലത്ത് കിടന്ന കള്ളനാണ് എന്ന്. എന്നാൽ അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. അവിടെ നാം വായിക്കുന്നത് തൂക്കിയ ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരുത്തൻ. ഒരാൾ പറയുകയാണ്, നീ ക്രിസ്തുവാണ്, നിന്നെ തന്നെ രക്ഷിക്ക, ഞങ്ങളെയും രക്ഷിക്ക. എന്നാൽ മറ്റവൻ ഏത് സൈഡിൽ കിടന്നവനാണെന്നറിയില്ല. അവൻ പറയുകയാണ്, നാമോ ന്യായമായി ശിക്ഷ അനുഭവിക്കുകയാണ്, നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതാണ് കിട്ടുന്നത്, യേശുവോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. ആ ക്രൂശിൽ കിടക്കുന്ന കള്ളന് യാതൊരുവിധമായ പുണ്യപ്രവൃത്തിയും ചെയ്യുവാൻ കഴിയില്ല. കാരണം കൈകൾ രണ്ടും ബന്ധിച്ചിരിക്കുകയാണ്, കാലുകൾ ബന്ധിച്ചിരിക്കുകയാണ്. അവന് യാതൊരു പ്രവൃത്തിയും ചെയ്യാൻ കഴിയില്ല. എന്നാൽ ആ ക്രൂശിൽ കിടന്ന് അവൻ പറയുകയാണ്,
നാം ന്യായമായിട്ടാണ് ശിക്ഷ അനുഭവിക്കുന്നത്. എന്നാൽ യേശു യാതൊരു തെറ്റും ചെയ്തില്ല. യേശു യാതൊരു തെറ്റും ചെയ്തില്ല. എന്നിട്ട് ആ കള്ളൻ ഇങ്ങനെ പറയുന്നുണ്ട്, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ. യേശു അവനോട് പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. ക്രൂശിൽ കിടന്ന ആ കള്ളൻ ഏത് പ്രവൃത്തി ചെയ്താണ് സ്വർഗത്തിലേക്ക് പോയത്? യാതൊരു പ്രവൃത്തിയും ചെയ്തില്ല. അവന്റെ വിശ്വാസം, യേശു രാജാവായി വരും എന്നവൻ വിശ്വസിച്ചു. യേശു യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് വിശ്വസിച്ചു. നാം ന്യായമായിട്ടാണ് ശിക്ഷ അനുഭവിക്കുന്നത് എന്ന് അവൻ വിശ്വസിച്ചു. യേശു രാജാവായി വീണ്ടും വരും എന്ന് വിശ്വസിച്ചത് മുഖാന്തരം അവൻ സ്വർഗത്തിലേക്ക് പോകാനിടയായി. കൃപയാലാണ് രക്ഷ. 2, വിശ്വാസത്താലാണ് രക്ഷ. 3 പറയുന്നത് അത് ദൈവത്തിന്റെ ദാനമാണ്. ദൈവം ദാനമായി ഒരു കാര്യം തരുമ്പോൾ അത് നമ്മുടെ പ്രവൃത്തികളുടെ ഫലമാണ് എന്ന് പറയുന്നത് എത്ര മണ്ടത്തരമാണ്. ദൈവം ഒരുപാട് കാര്യങ്ങൾ ദാനമായി നൽകി. നാം ശ്വസിക്കുന്ന വായു ദൈവം ദാനമായി നൽകി. നാം കാണുന്ന പ്രകാശം ദൈവദാനമായി നൽകി. ഇതൊന്നും നാം ചെയ്ത പ്രവൃത്തികളുടെ ഫലമല്ല, പിന്നെയോ ദൈവത്തിന്റെ ദാനമാണ്. അതുപോലെ രക്ഷയും ദൈവത്തിന്റെ ദാനമാണ്. അടുത്ത പദത്തിൽ നാം വായിക്കുന്നത് 9 വചനത്തിൽ വായിക്കുന്നു, ആരും പ്രശംസിക്കാതിരിക്കുവാൻ പ്രവൃത്തികളും കാരണമല്ല. പ്രവൃത്തികൾ കാരണമല്ല. യാതൊരു പ്രവൃത്തിയും രക്ഷിക്കപ്പെടുവാൻ കാരണമല്ല, പിന്നെയോ യേശുവിലുള്ള വിശ്വാസം മാത്രമാണ്. യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് ഹൃദയം കൊണ്ട് നാം അംഗീകരിക്കുന്ന ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് രക്ഷ നമ്മുടെ സ്വന്തമാകുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, രക്ഷിക്കപ്പെടുവാൻ വേറെ യാതൊരു മാർഗവുമില്ല. രക്ഷിക്കപ്പെടുവാൻ നിന്റെ പുണ്യപ്രവൃത്തി ആവശ്യമില്ല. യേശു നിനക്ക് വേണ്ടി മരിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. വായി കൊണ്ട് ആ കാര്യം ഏറ്റു പറയുക. റോമാലേഖനം 10 അധ്യായം 9, 10 വചനത്തിൽ അതാണ് വായിക്കുന്നത്. യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായി കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വേറെ യാതൊരു മാർഗവും ആവശ്യമില്ല. യേശു മരിച്ചത് എനിക്ക് വേണ്ടിയായിരുന്നു, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയായിരുന്നു, എനിക്ക് വേണ്ടിയായിരുന്നു. വ്യക്തിപരമായി ഏറ്റുപറയുന്നു എന്ന് വരികിൽ തീർച്ചയായിട്ടും രക്ഷ താങ്കളുടെ സ്വന്തമാണ്. അങ്ങനെ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ഈ അനുഗ്രഹീത സ്വർഗത്തിന്റെ പാത്രീഭൂതനായി തീരുവാൻ സർവശക്തനായ ദൈവം താങ്കളെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.